മാതാവിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് രശ്മി. ഞാൻ വരുന്നത് തണ്ണീർമുക്കത്തു നിന്നാണ്. എനിക്ക് മലയാളം അത്ര വശമില്ല. എങ്കിൽ പോലും മാതാവ് ഇവിടെ വന്ന് എന്നെ കൊണ്ട് മലയാളത്തിൽ എന്നെ പറയണമെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യമേ ഒരു നെക്ക് പെയിൻ ആയിരുന്നു കൂടുതൽ തുടങ്ങിയത്. ആ നെക്ക് പെയിൻ എനിക്ക് മാറുന്നില്ലായിരുന്നു. നെക്ക് എങ്ങോട്ടും, ഈ കഴുത്തെങ്ങോട്ടും എനിക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു, MRI സ്കാൻ ചെയ്തു, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. കുറേ മരുന്ന് അവർ തരുന്നതല്ലാതെ എനിക്കത് മാറുന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഞാൻ മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ അടുത്താണെങ്കിലും പോലും ഞാൻ വരാറില്ല. അങ്ങനെ ഈ ട്രെയിനിൽ ഒരു അമ്മയും കൊച്ചിനെയും കണ്ടു. അപ്പം ഈ അമ്മ എന്നെ കണ്ടപ്പോൾ തൊട്ട് മാതാവിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൃപാസന മാതാവിൻ്റെ. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട്, എനിക്കൊരു പരിചയമില്ല, ഇവരെന്താണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവരെന്നെ നോക്കി കൃപാസന മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും അവർക്ക് സാധിച്ച കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പിന്നെ ഇവരുടെ സ്ഥലം ചോദിക്കുന്നുണ്ടെങ്കിലും ഇവർ സ്ഥലം കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാം, പക്ഷേ എനിക്കൊരു ഉറപ്പ് തരണം, ഈ പെയിൻ മാറിയ ഉടനെ തന്നെ മാതാവിൻ്റെ അടുത്ത് പോകുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ച്, ഈ 2-3 മാസമായിട്ട് ഒരു മാറാത്തൊരു പെയിൻ എങ്ങനെയാണ് പുള്ളിക്കാരി പറയുന്ന ഉടനെ മാറുന്നത്? അപ്പോൾ എനിക്ക് കൂടെ എൻ്റെ ഫാക്കൽറ്റീസ് ഉണ്ട്, ഞാൻ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ അത്ര വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവരത്ര മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നെയും വഴക്കിടുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ സ്ട്രേഞ്ചേഴ്സായിട്ട് സംസാരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും ദോഷം വന്നില്ലല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പെഡലി ഫുള്ളും മൂവ് ചെയ്യാൻ ഇങ്ങോട്ടും അങ്ങോട്ടും പറ്റുന്നു. അപ്പം ഞാനിത് താങ്ക് യു പറയാൻ വേണ്ടി ആ ലേഡിയോട് നോക്കിയപ്പോൾ ആ ലേഡീനെയും കാണുന്നില്ല. ആ ലേഡി, ഞാൻ ആ കമ്പാർട്ട്മെൻറ്റ് ഫുള്ളും ഓടി നടന്നു നോക്കി, ആ ലേഡീനെ കാണുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് അത് തോന്നിയത് അതൊരു മാതാവ് തന്നെ ആയിരുന്നു എനിക്ക് കാണാൻ അന്ന് പറ്റിയത്. ഞാൻ അത്രയും വലിയ ഗ്രേറ്റ് പേഴ്സൺ അല്ല. ഞാൻ കുറേ തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട്, എപ്പോഴും എല്ലാവരോടും ക്ഷമിക്കുന്ന ഒരാളല്ല, പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ട്. എങ്കിലും പോലും ഞാൻ വിശ്വസിച്ച ഒരു കാര്യം, സിന്നേഴ്സിന് ഒരിക്കലും മാതാവിനെ കാണാൻ പറ്റത്തില്ലെന്നാണ്. പക്ഷേ എനിക്കെന്തോ അന്ന് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാനിത് സാറിനോട് പറഞ്ഞു. എൻ്റെ കൂടെയുള്ള സാറ് ചോദിച്ചു, ഇപ്പോൾ കഴുത്ത് പെട്ടെന്ന് അനക്കാൻ പറ്റുന്നുണ്ടല്ലോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ അനക്കാൻ പറ്റുന്നുണ്ട്, ആ ലേഡി പറഞ്ഞ പോലെ എനിക്കത് മാറി. അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് ഞാൻ കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പോൾ എനിക്ക് ആ ഒരാഴ്ച കഴിഞ്ഞപ്പം പിന്നെയും എനിക്ക് വരാൻ പറ്റിയില്ല, കൃപാസനം വരാൻ പറ്റിയില്ല. ഉടനെ ആ നെക്ക് പെയിൻ തിരിച്ചു വന്നു. കാരണം അവർ പറഞ്ഞ ആ ദിവസം എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് പോകണം, കൃപാസനം പോകണം. ഇങ്ങോട്ട് ഓടി വന്ന ഉടനെ തന്നെ എൻ്റെ ആ പെയിൻ അങ്ങ് പോയി. പിന്നെ ഇതുവരെ ഒരു 2 വർഷമായിട്ട് എനിക്ക് ആ പെയിൻ വന്നിട്ടേ ഇല്ല. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. പിന്നെ അടുത്ത എനിക്ക് കാര്യം സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം ഒന്നും മനസ്സിലാവുന്നില്ല, പറയുന്നത് എനിക്ക് ക്ലിയർ ആവുന്നില്ലായിരുന്നു. പക്ഷേ എല്ലാ കാര്യം കൗൺസിലിങ്ങിൽ കൂടെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ആദ്യം പത്രമൊക്കെ കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കൊടുക്കുന്ന ആൾക്കാർ എന്നോട് ചോദിക്കുന്ന, ടീച്ചറല്ലേ, ടീച്ചർമാരിങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ വിഷമത്തിൽ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ ബസ്സിലിരുന്ന് മാതാവിന് ഞാൻ എങ്ങനെ ഇത് കൊടുക്കും, പത്രം എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചപ്പം എൻ്റെ അടുത്തൊരു ഓൾഡ് ലേഡി വന്നിരുന്നു. അപ്പോൾ ആ ലേഡി വന്ന് എനിക്കൊരു പത്രം തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും കൃപാസനത്തിൽ പോകുന്നതാണ്, എനിക്കും പത്രമുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഒരു 70 ഏജ് ഉണ്ട് ഈ പുള്ളിക്കാരിക്ക്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരി 8 ഡിസ്ട്രിക്റ്റിൽ കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുക മാതാവിനോട്. അപ്പം ഞാൻ ചോദിച്ചു, ഇത്ര ഏജ്ഡ് അല്ലേ, എങ്ങനെ നിങ്ങൾ കൊടുക്കുന്നു? ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡും കവർ ചെയ്യും, അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കും. ഇമാജിൻ, ഒരു 70 അബവ് ഉള്ള ലേഡിയാണ്, ഏജ് ഉള്ള ലേഡിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, അവർക്ക് പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കില്ല? ഇതുപോലെ തന്നെ കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ലേഡീനെയും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു മോട്ടിവേഷൻ വന്ന്, എന്തുകൊണ്ട് ഞാനും ഈ പത്രം കൊടുത്തുവിടാം. അങ്ങനെ കുറേ സ്ഥലത്ത് കൊടുക്കും, കുറേ സ്ഥലത്ത് റിജക്ഷൻ കിട്ടും, എങ്കിലും ഞാനത് തുടർന്ന് കൊടുക്കാനായിട്ട് നോക്കും. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഉടമ്പടി മെയിനായിട്ട് എടുത്തത്, എനിക്ക് PhD 2 വർഷമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. കുറേ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്നിടത്ത് ഒന്നെങ്കിൽ പൈസ ചോദിക്കും, ചിലപ്പം ഗൈഡ് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഒരു PhD അഡ്മിഷൻ എടുക്കാൻ. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞാൻ അവസാനം ഇത് ലാസ്റ്റ് ചാൻസാണ്, ഇനി ഞാൻ ഇതിന് അപ്ലൈ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പം കോയമ്പത്തൂരിൽ എനിക്ക് നല്ലൊരു കോളേജിൽ PhD അഡ്മിഷനായി. അവിടെ എൻട്രൻസ് എഴുതാൻ പറഞ്ഞു മാതാവ്. എൻട്രൻസ് എഴുതി, പേപ്പർ ഭയങ്കര ടഫായിരുന്നു. ഞാൻ ക്വാളിഫൈ ആകുമെന്ന് വിചാരിച്ചില്ല.
എന്നെയും കാട്ടി കൂടുതൽ മാർക്കുള്ളവർ റിജക്റ്റായി. എനിക്ക് ആക്സെപ്റ്റൻസ് കിട്ടി. ഒരു നല്ലൊരു NIRF റാങ്കിങ്, ഓൾ ഇന്ത്യയിലുള്ള റാങ്കിങ് ഉള്ള ഒരു കോളേജിലാണ് കിട്ടിയത്. അത് ഉടമ്പടി എടുത്ത് 90 ഡേയ്സ്ക്ക് മുമ്പേ എനിക്ക് കിട്ടി ആ ഒരു അഡ്മിഷൻ. അതിപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം എല്ലാവരും ചോദിക്കും അതെങ്ങനെ കിട്ടി, എങ്ങനെ കിട്ടി. അത് എൻ്റെ കഴിവ് കൊണ്ടല്ല. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ്, ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ മദേഴ്സ് ഗ്രേസ്. മാതാവിൻ്റെ ഒരു ഗ്രേസ് കാരണമാണ് എനിക്കത് കിട്ടിയത്. മാതാവിന് 1000 നന്ദി. എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചു തന്നതിന് നന്ദി. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനം, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. രശ്മി അലക്സ് എന്ന ഈ മകൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുസവിധത്തിൽ ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്ന സാക്ഷ്യത്തിൽ 1-2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തേത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യം, പ്രസൻസാണ്. കുറേയധികം നാളായുള്ള മകളുടെ ഒരു രോഗാവസ്ഥ, പല മരുന്ന് കഴിച്ചിട്ടും അത് മാറാത്ത ഒരു സാഹചര്യം, അത് അവിചാരിതമായി കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി, അത് നൽകുന്ന സംരക്ഷണത്തിലൂടെ പൂർണ്ണമായിട്ട് രോഗം മാറുകയും പിന്നീടൊരിക്കലും ആ വ്യക്തിയെ നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമ്മ മാതാവിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് പിടിക്കുമ്പോൾ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥന തുടങ്ങുമ്പോൾ അമ്മ മാതാവ് നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് പ്രസൻസ് അഥവാ സാന്നിധ്യം എന്നത്. അമ്മയുടെ സാന്നിധ്യം പല വിധത്തിൽ ജീവിതത്തിന് നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. മകൾ പറഞ്ഞ 2-ാമത്തെ സാക്ഷ്യത്തിൽ മകളുടെ PhD പ്രവേശനത്തിൻ്റെ വിഷയങ്ങളാണ്. പലതവണ അത് പരിശ്രമിച്ച് പരാജയപ്പെട്ടു. എങ്കിലും എങ്ങനെ ചെയ്യുമെന്നറിയാതെ കുഴങ്ങുമ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ആദ്യ നാളുകളിൽ തന്നെ അമ്മ മാതാവ് കൃത്യമായ ദിശയിലേക്ക് നയിക്കുകയും നല്ല ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജിൽ പ്രവേശന പരീക്ഷ എഴുതി നല്ല രീതിയിൽ PhDക്ക് രജിസ്റ്റർ ചെയ്യുവാൻ മകളെ സഹായിക്കുന്നു. അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് എപ്പോഴും വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ അമ്മ നൽകിക്കൊണ്ടിരിക്കും. പോകേണ്ട വഴി എന്ത്, ചെയ്യേണ്ട പ്രവൃത്തി എന്ത്, ജീവിക്കേണ്ട രീതി എങ്ങനെ, ഇതൊക്കെ അമ്മയിൽ നിന്ന് നമുക്ക് കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശമാണ്. ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത, സമയം അല്പം പോലും കളയുവാൻ, വേസ്റ്റാക്കുവാൻ അമ്മ സമ്മതിക്കില്ല. അമ്മയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ എത്ര വലിയ വിഷയത്തിൻ്റെയും സമയം അമ്മ ചുരുക്കിത്തരും. 2-ാമത്തത്, എത്ര വലിയ ഭാരമായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും ആ ഭാരമൊക്കെ അമ്മ ലഘൂകരിച്ചു തരും. നമ്മൾ കുഴങ്ങി നിൽക്കുന്ന അവസരങ്ങളിൽ നമുക്ക് കൃത്യമായ നിർദ്ദേശം നൽകി അമ്മയുടെ കമ്മ്യൂണിക്കേഷൻ, ഒരു സംവേദനം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് എപ്പോഴും സഹായിക്കും. അതോടൊപ്പം നമ്മൾ അമ്മയെ ആഗ്രഹിച്ച് തീഷ്ണമായി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഒരു സുഗന്ധാഭിഷേകമായോ ഒരു കാറ്റിൻ്റെ സ്പർശനമായോ ചില വ്യക്തികൾ അയച്ചുകൊണ്ട് ജീവിതത്തിന് നിർണായകമായ ഇടപെടലുകൾ നൽകുന്ന അവസരങ്ങളായോ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഇത് ഉടമ്പടി ജീവിത പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ്. മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾ ഓരോന്നും ഉടമ്പടി ജീവിതത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുവാനും വിശ്വാസം വളർത്തുവാനും സഹായിക്കുന്നതാണ്. നമ്മുടെ ഉടമ്പടി ജീവിതത്തെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുവാനും വിശ്വസ്തയോടെ നിർവഹിക്കുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങൾക്കും കരഘോഷത്തോടു കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി.